പിന്നെ എൻ്റെ മുമ്പിലുള്ള പ്രശ്നം ബാങ്കും ക്രെഡിറ്റും വിഷയങ്ങളാണ്. കേസുകളുണ്ട്, 40-ലധികം കേസുകളുണ്ടായിരുന്നു. 44 കേസുകളുണ്ടായിരുന്നു ദുബായ് കോർട്ട്. ഇങ്ങോട്ട് വരാൻ പറ്റില്ല. എൻ്റെ നിങ്ങളെപ്പോലെ എല്ലാവരും പറഞ്ഞു ഒരിക്കലും ദുബായിലേക്ക് തിരിച്ചു പോകരുത്, നിന്നെ പിടിച്ച് ഉള്ളിലിടും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഉള്ളിലിട്ടോട്ടെ. ഉള്ളിലിടലാണെങ്കിൽ അതിന് പരിഹാരമെങ്കിൽ അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ഉള്ള ആളുകളുമായി, എൻ്റെ ലീഗൽ കൺസൾട്ടൻറ്റുമായും അതുപോലെ തന്നെ പ്രദേശമായിട്ട് സംസാരിച്ചു. ഇവിടെ ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. 2016 അവിടെ തിരിച്ചു വന്നു. ഞാനതിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് വന്നു, മാനസികമായിട്ടും ശാരീരികമായിട്ടും. നിങ്ങൾ കേട്ടു സയ്യിദ് ക്ലിക്ക് എന്ന ഈ സംരംഭകന്റെ യാത്ര. അദ്ദേഹം അഭിനയിക്കുകയായിരുന്നില്ല, നമ്മുടെ മുന്നിൽ ജീവിക്കുകയായിരുന്നു. പച്ചയായ ജീവിത കഥയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അനുഭവ കുറിപ്പുകളാണ്. എത്ര പേർക്ക് ആവുമെന്നറിയില്ല. ഒളിച്ചോടാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷേ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് നെഞ്ചുപിടുത്തി നിന്ന് അത് നേരിട്ട് പൈസ കൊടുക്കാനുള്ളവരോട് ഞാനിവിടെ ഉണ്ട്, മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ടെങ്കിൽ ആ പണം തിരിച്ചു തരും എന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരം ആൾക്കാരാണ് നമുക്ക് മാതൃകയാവേണ്ടത്. ഒളിച്ചോടുകയല്ല വേണ്ടത്. അതിന് ജയിൽവാസമെങ്കിൽ ജയിൽവാസം എന്ന് തീരുമാനിച്ച ആ വ്യക്തി ഒരു വളരെ സമൂഹത്തിന് മാതൃകയാണ്. ഇന്ന് സയ്യിദ് ക്ലിക്ക് എത്തി നിൽക്കുന്നത് സൗദിയിലാണ്. അദ്ദേഹത്തിന് ഖത്തറിൽ വിജയം നേടിയ ബിസിനസ്സുണ്ട്, ദുബായിൽ വിജയം നേടിയ ബിസിനസ്സുണ്ട്. സൗദി ഒരു പർദീസയാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഞാനും എൻ്റെ ക്ലയൻസിന് വേണ്ടി നിരവധി യാത്രകൾ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. സൗദി ഇന്ന് പഴയ സൗദിയല്ല, വളരെയധികം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. നിരവധി പേരാണ് അവസരങ്ങൾ തേടി സംരംഭം തുടങ്ങാൻ അവിടെ എത്തുന്നത്. അടുത്ത 10 കൊല്ലം കൊണ്ട് ചിലപ്പോൾ വലിയ സാധ്യതകളുള്ള, ദുബായേക്കാളൊക്കെ വലിയ സാധ്യതകളുള്ള നഗരമായി തീർന്നേക്കാം സൗദിയിലെ പല നഗരങ്ങളും. കാരണം വിഷണറി ആയിട്ടുള്ളൊരു ലീഡർ ഉണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളും വളരുമെന്നുള്ളത് തന്നെയാണ്. അവിടെ സയ്യിദിനെ പോലെ ചില ആൾക്കാരുണ്ട്. നമ്മളെപ്പോലെ ചിലർ അവിടെ ചെല്ലുമ്പോൾ കൈപിടിച്ച് നമ്മുടെ സംരംഭം തുടങ്ങാനും അത് സെറ്റപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നവർ.